പിന്നെ പണ്ടത്തെ സൗന്ദര്യ സങ്കല്പം നമ്മുടെ ജയഭാരതി ചേച്ചിയും ഷീലാമ്മയൊക്കെ ആയിരുന്നു. അവരൊന്നും ഇങ്ങനെ പ്ലസ് സൈസോ മീൻസ് ഈ സൈസ് 0 ഒന്നും അല്ലല്ലോ. ഇത് എനിക്ക് തോന്നുന്നു ആൾക്കാർക്ക് എന്തും പറയാം, പക്ഷെ നമ്മള് എങ്ങനെ കംഫർട്ടബിൾ ആവാന്നുള്ളതും ഉണ്ട്. പക്ഷെ അതേ സമയത്ത് ഇത് അഫക്ട് ചെയ്യും കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള പുറത്തുള്ള ആൾക്കാരെ കാട്ടി നമുക്ക് വീട്ടിന്റെ ഉള്ളിലുള്ള ആൾക്കാരായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ തലകുന്നത്. അയ്യോ എന്താ അത്, എന്റെ മൂക്ക് മാത്രം തടി, എന്റെ ഇത്. പ്ലസ് അവരും ഈ സോഷ്യൽ മീഡിയയിൽ എഴുതിയിടുന്ന ആൾക്കാരെയൊക്കെ ആ കമന്റ്സ് ഒക്കെ വായിക്കുമ്പോൾ അവർക്കും ഹേർട്ട്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടാവും. അതുകൊണ്ടായിരിക്കും അവരിങ്ങനെ പറയുന്നുണ്ടാവുക. പക്ഷെ അല്ല, ഇപ്പത്തെ എന്റെ മൂഡ് എന്ന് പറഞ്ഞാല് ഇതൊക്കെ എത്ര ശ്രദ്ധിക്കാൻ പറ്റും. എനിക്കിഷ്ടമുള്ള ഫോട്ടോസ് ഞാൻ ഇടും, അല്ലെങ്കിൽ എനിക്ക് ഭംഗിയായിട്ട് തോന്നുന്ന കാര്യങ്ങൾ വസ്ത്രങ്ങൾ ധരിക്കുക, അല്ലെങ്കിൽ എന്റെ ഒരു പ്രോസസ് എനിക്ക് അറിയാലോ. ഞാൻ സ്ഥിരമായിട്ട് ജിമ്മിൽ പോകുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ തടി കുറയാന്നുള്ളത് അതിൻ്റെതായിട്ടുള്ള ഒരു സമയം എടുത്തിട്ടേ കുറയുള്ളൂ. നമ്മൾ അത്രയും സമയമൊക്കെ എടുത്തു തന്നെ നന്നായിട്ട് ഗെയിൻ ചെയ്തായിരുന്നു. അപ്പോൾ അതിനെ ഞാൻ അത്രയ്ക്കൊന്നും എടുക്കുന്നില്ല. പിന്നെ ഫിസിക്കലി ട്രാൻസ്ഫോം ചെയ്യാന്ന് പറഞ്ഞാൽ ആൾക്കാർ വിചാരം കുറെ നല്ലോണം തടിക്കുക അല്ലെങ്കിൽ കുറെ നല്ലോണം മെലിയുക എന്നുള്ള മാത്രമാണ് ഫിസിക്കൽ ട്രാൻസ്ഫോർമേഷൻ. എന്റെ അഭിപ്രായത്തില് ഞാനിപ്പോ ഇപ്പൊ സൂക്ഷ്മർശിനിയും അങ്ങനത്തെ ഇനിയിപ്പോ ചെയ്യാൻ പോകുന്ന കഥാപാത്രമൊക്കെ വരുമ്പോ ഞാൻ ചിലപ്പം ഞാൻ വാക്സ് ഒന്നും ചെയ്യില്ല. ചിലപ്പോ ഐ ലെറ്റ് മൈ ബോഡി ഹെയർ ഗ്രോ. അതിൽ തന്നെ കുറച്ച് സാധനം വരും. അല്ലെങ്കിൽ ഐബ്രോസ് ഭയങ്കര ക്ലീൻ ആയിട്ടൊന്നും വയ്ക്കില്ല. ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ ഇതൊക്കെ ചെയ്യും. അപ്പൊ അങ്ങനത്തെ രീതിയിൽ വരുമ്പോ തന്നെ ഈ ബോഡിക്ക് ഭയങ്കരമായിട്ടുള്ള നമ്മുടെ ലുക്കിൽ ഭയങ്കര വ്യത്യാസം വരും. അത് നമ്മൾ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന പോലെ തോന്നും. പക്ഷെ അതേ സമയത്ത് ആവേശത്തിന് പോകുന്ന സമയത്ത് ഞാൻ ശരിക്കും ഞാൻ പോയി കൃത്യമായിട്ട് ഐബ്രോസ് ഒക്കെ എടുത്തു ഒരു നീറ്റ്നെസ്, വേറൊരു ആ ഒരു കഥാപാത്രത്തിന് വേണ്ട ഒരു അട്രാക്റ്റീവ്നെസ് ഉണ്ടല്ലോ, അങ്ങനെ ഞാൻ കോൺഷ്യസ് ആയിട്ട് ആ സമയത്ത് നന്നായിട്ട് സ്കിന്നൊക്കെ നോക്കുമായിരുന്നു. കുറച്ച് ഭംഗി വേണം എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഓരോ കഥാപാത്രം അനുസരിച്ച് അത് മാറും. അപ്പൊ ഞാൻ ഇന്നലെ ആലോചിക്കുന്നത് ഇനി ചെയ്യാൻ പോകുന്നു അതിന് ഇച്ചിരി ഡാർക്ക് സർക്കിൾസ് ഒക്കെ വന്നാൽ നന്നായിരിക്കും അങ്ങനെ. അപ്പൊ അത് എത്രത്തോളം ഹെൽത്തി ആണെന്ന് എനിക്ക് അറിഞ്ഞോളാം. പക്ഷെ ഞാൻ ഇച്ചിരി സ്കിൻ കെയർ ഒക്കെ കട്ട് ചെയ്യും ആ സമയത്ത്. അല്ലെങ്കിൽ ഞാൻ മറ്റേ ഹൈലറോണിക് ആസിഡും മറ്റൊക്കെ തേക്കും. അല്ലെങ്കിൽ അത് കുറച്ച് ഒന്ന് റിമൂവ് ചെയ്ത് ചിലപ്പോൾ വെയിലത്തൊക്കെ പോയി നിൽക്കും. അങ്ങനത്തെ ഒക്കെ പരിപാടി ഒക്കെ ചെയ്യാറുണ്ട്. പക്ഷെ അത് എനിക്ക് ഒന്ന് ലുക്ക് ആൻഡ് ഫീല് ഭയങ്കരമായിട്ട് വർക്ക് ആവുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്താ വെച്ചാൽ എല്ലാരും പറയാറുണ്ട് എല്ലാത്തിലും കാണാൻ വ്യത്യാസമുണ്ട്. അത് ഇത്രയും സിനിമ ആയതുകൊണ്ടാണ് ഇപ്പൊ പറയുന്നത്. അല്ലെങ്കിലേ ഉണ്ട് ഈ ഒരു പ്രോസസ്സ്. അല്ലെങ്കിൽ എല്ലാവരും കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ ജെൻസി പിള്ളേരെ മേക്കപ്പിൽ എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് എല്ലാ പിള്ളേരും കാണാൻ ഒരേപോലെ ഇരിക്കുന്നു. കൊറിയൻ സ്റ്റൈൽ മറ്റേ ഗ്ലാസ് സ്കിൻ മറ്റേ അത് നമ്മളും ചെയ്താലും നമ്മളും അതേപോലെ ഇരിക്കും. പക്ഷേ ഒരു വ്യക്തിക്ക് ഒരു ഐഡന്റിറ്റി വേണ്ടേ? എനിക്ക് അതാണ് ഇമ്പോർട്ടൻസ്. ഈ വേക്കപ്പ് സിദ്ധ് സിനിമ കണ്ടിട്ടില്ല? വേക്കപ്പ് സിദ്ധില് സിദ്ധ ആയിഷേന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ആയിഷ എന്താണ് നിനക്ക് വേണ്ടത് എന്ന് പറയുമ്പോ ആയിഷ പറയുന്നുണ്ട്, എനിക്ക് ഇൻഡിപെൻഡന്റ് ആവണം, എനിക്ക് എന്റെ വീട് ഉണ്ടാക്കണം, എനിക്ക് എന്റെ ഫുഡ് പ്രിപ്പയർ ചെയ്യണം, എനിക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന്. പൂജക്ക് എന്താണ് ശരിക്കും വേണ്ടത് ലൈഫില്? അത് എനിക്ക് ഓരോ ഘട്ടത്തിലും മാറി മാറി പോയിട്ടുണ്ട്. പക്ഷെ ഈ അടുത്ത് കഴിഞ്ഞ 1.5 കൊല്ലമായിട്ട് ആണ് ആദ്യമായിട്ട് ജീവിതത്തില് എന്താ വെൽത്തി ആവണം, അല്ലെങ്കിൽ പൈസ ഉണ്ടാക്കണം, അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു മെറ്റീരിയൽ അസറ്റ്സിനോടുള്ളൊരു താല്പര്യം എനിക്ക് തോന്നി തുടങ്ങിയത്. ഒന്നുമില്ല, അതിന്റെ ജീവിതത്തിന്റെ റിയാലിറ്റി മനസ്സിലാക്കുമ്പോൾ നമുക്ക് തോന്നും, ഓ ആക്ച്വലി ഇതൊരു എസെൻഷ്യൽ കാര്യമാണല്ലോ. ഇപ്പൊ നമുക്ക് ഒരു ഹെൽത്ത് ഇൻഷുറൻസോ ലൈഫ് ഇൻഷുറൻസ് അങ്ങനെ എടുക്കണം, അല്ലെങ്കിൽ വീട്ടില് സ്വന്തമായിട്ട് വീടുണ്ടെങ്കിൽ ഇത്രയും ചെലവുണ്ടല്ലോ, ഇലക്ട്രിസിറ്റി ബിൽ ഇത്രയും ആവുമല്ലോ. അപ്പൊ അത്രയും ഉണ്ടാക്കിയാലേ നമുക്ക് ഇത്രയും കവർ ചെയ്യാൻ പറ്റുള്ളൂ. അത് ചിന്തയൊക്കെ കഴിഞ്ഞ ഒരു 1.5 കൊല്ലമായിട്ടേ വന്നിട്ടുള്ളൂ. അതുവരെ അതൊക്കെ വീട്ടുകാരൊക്കെ സുഖമായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ കയ്യിൽ കുറച്ച് കാശ് വരുമ്പോഴാണ് നമ്മൾ ഇതൊക്കെ ശ്രദ്ധിക്കണം. ഓ ഇത്രയൊക്കെ ബില്ല് വരുമല്ലേ എന്നൊക്കെ. അല്ലെങ്കിൽ എന്തോ പൈസ ഉണ്ടാക്കുന്നത് എന്തോ സിന്നാണെന്നുള്ള ഒരു കാഴ്ചപ്പാടാണല്ലോ നമ്മൾ വളർന്നു വന്നേക്കുന്നത്. പൈസയിലെല്ലാ കാര്യം. ഈ പൈസയിലെല്ലാ കാര്യം എന്ന് പറയണമെങ്കിൽ പൈസ ഉണ്ടായി കഴിഞ്ഞിട്ടേ നമുക്കത് പറയാൻ പറ്റുള്ളൂ. പൈസ സന്തോഷം തരൂലെന്ന്. പക്ഷെ
ചിലപ്പോ നമുക്ക് കാണുമ്പോ തോന്നും എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് പടമുണ്ട്, പക്ഷെ ഇതിന്റെ ഇടയ്ക്കുള്ള ഒരു സമയമുണ്ട്. ഈ ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഫോർ എ വിമൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് സ്കൂൾ തൊട്ടേ എല്ലാവരും പറഞ്ഞ് തലയിലോട്ട് ഫീഡ് ചെയ്യണം. അല്ലെങ്കിൽ ഇപ്പോഴാണ് എന്തെങ്കിലും പൈസ വന്നാൽ അപ്പൊ അതിൽ ഒരു ചെറിയ പോർഷൻ എങ്കിലും എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണം. അതിപ്പോ ശീലമായി. ചിലപ്പോൾ അത് കഴിഞ്ഞാൽ ചിലപ്പോൾ കയ്യിൽ കുറച്ച് ലിക്വിഡിറ്റി കുറയായിരിക്കും, പക്ഷെ അതൊരു ഇപ്പോഴാണ് അങ്ങനത്തെ ശീലങ്ങൾ തുടങ്ങുന്നത്. എന്താ വെച്ചാൽ ആ ഇൻ ബിറ്റ്വീൻ പീരിയഡ്, ഇപ്പൊ കഴിഞ്ഞ 2 മാസമായിട്ട് ഷൂട്ടില്ലാത്തപ്പോൾ നമുക്കുള്ള ഒരു ബുദ്ധിമുട്ട് വരില്ല. അയ്യോ ഇത് എന്താണ്, ഒന്ന് ഇൻഡിപെൻഡന്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ആൾക്കാരോട് ഹെൽപ്പ് വയ്ക്കാൻ തോന്നത്തുമില്ല. അപ്പൊ നമ്മള് വർക്ക് എങ്ങനെ വർക്ക് ചെയ്യാം. അപ്പൊ ഞാനൊരു കോർപ്പറേറ്റ് ഗിഗ് പണ്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു കോർപ്പറേറ്റ് ഗിഗ് എടുത്തു. ഹസ്സിൽ തന്നെയാണ്. അപ്പൊ അങ്ങനെ എനിക്ക് തോന്നി ഇത് ഉണ്ടാക്കിയാലേ നമ്മളോട് ആൾക്കാർക്ക്, ഇന്നത്തെ നാട്ടുകാർക്ക് വില ഉണ്ടെങ്കിൽ എന്തൊക്കെ ഫിലോസഫിയും പ്രോഗ്രസീവ്നെസ്സും പറഞ്ഞാലും നമ്മുടെ കയ്യിൽ ഇച്ചിരി നമ്മളെ നോക്കാനും നമ്മൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കാനുള്ള അവസ്ഥ ഉണ്ടോ അവരെ ആൾക്കാർ ബഹുമാനിക്കുന്നുള്ളൂ എന്നാണ് എൻ്റെ ഒരു മനസ്സിലാക്കല്. അല്ലാത്തൊക്കെ ഈ പറയുന്ന ഇച്ചിരി ഫാഷനബിൾ ആയിട്ടുള്ള കോട്സ് മാത്രമാണ്. അത് ആക്ഷനിലോട്ട് കൊണ്ടുവരുന്ന ആൾക്കാർ വളരെ ബുദ്ധിമുട്ടാണ്. ഫോർ ഇൻസ്റ്റൻസ് എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ ഗോവയിലോട്ട് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു കോവിഡിന്റെ സമയത്ത്, റിമോട്ടായിട്ട് അവിടെ നിന്ന് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവിടെ എല്ലാവരും വളരെ നോർമലായിട്ട് വീട്ടിലിടുന്ന ചിലപ്പോൾ ക്ലോത്ത്സ് ഒക്കെ തന്നെയായിരിക്കും പുറത്തു പോകുമ്പോൾ ഇടാൻ. അവിടുത്തെ ഏറ്റവും വലിയ പണക്കാരനും അതേപോലെ ആയിരിക്കും ബീച്ചിലൊക്കെ വന്ന്. മീൻസ് അവർ സൺഡേസ് രാവിലെ ബീച്ചിൽ പോയിട്ട് എല്ലാവരും ഒരു കമ്മ്യൂണിറ്റി പരിപാടിയൊക്കെ ഉണ്ട്. അപ്പൊ ഇവരുടെ ക്ലാസ്സോ കാര്യങ്ങളൊന്നും നമുക്ക് മനസ്സിലാവില്ല. എല്ലാവരും ഒരേപോലെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. പക്ഷെ അവര് നാട്ടിൽ വരുമ്പോൾ ഇതേപോലെ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ അവർക്ക് പെട്ടെന്ന് ആൾക്കാർക്കൊരു അവരെന്ന് പറയാ ഇത് വ്യത്യാസം ഉണ്ടല്ലോ ശരിക്കും. അപ്പൊ ഫോഴ്സ് ടു ഡ്രസ് അപ്പ് ആൻഡ് ലുക്ക് എ സർട്ടൻ വേ സോ ദാറ്റ് പീപ്പിൾ റെസ്പെക്ട് ദം. ഇതിന്റെ ഒരു റിയാലിറ്റിയാണ്. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. എന്തൊക്കെ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് കഴിഞ്ഞ 1.5 കൊല്ലമായിട്ട് തോന്നിയ ഇത് പൈസ മാത്രമല്ല, അതൊരു നമുക്കൊരു വെൽത്തും അസറ്റ്സും അക്യൂമുലേറ്റ് ചെയ്യുന്ന ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ആൾക്കാർ നമ്മളെ അടുത്ത് കൺട്രോൾ ചെയ്യാനോ നമ്മളെ അടുത്ത് സംസാരിക്കാൻ തന്നെ ഒരു ഒക്കെ തന്നെ അവർ ആ ഒരു ബൗണ്ടറി ക്രോസ് ചെയ്യാതിരിക്കും എന്നുള്ളത് കാര്യം. അങ്ങനെ ഇപ്പൊ ട്രെൻഡിങ് ആയി നിൽക്കുന്നത് പടക്കളം. ഇപ്പൊ നമ്മൾ OTT വന്നു. ഒരു ചെയ്യാത്തൊരു കൈൻഡ് ഓഫ് നമ്മൾ കാണാത്തൊരു പൂജ തന്നെയായിരുന്നു അതിൽ കണ്ടത്. കോമഡി ഉണ്ട്, പക്ഷെ അതേ സമയത്ത് ഇമോഷണൽ ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ ആ ഒരു ഡിഫറെന്റ് ഒരു പോർട്രയൽ ഓഫ് ക്യാരക്ടർ ചെയ്യാൻ എന്തെങ്കിലും ചാലഞ്ചസ് ഉണ്ടായിരുന്നു? എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ആരെങ്കിലും ഇങ്ങനെ വിളിക്കണം. എനിക്ക് കാതലിലാണ് ഇതിന് മുന്നേ അങ്ങനത്തെ ഒരു ചെറിയൊരു സ്പേസ് ആയിട്ട് കിട്ടിയത്. എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. ഒരാൾക്ക് തോന്നി എനിക്ക് അത് ചെയ്യാൻ പറ്റും എന്നുള്ള ഭയങ്കര കൺവിൻസ്ഡ് ആയിട്ടാണ് മനു വിളിച്ചത്. അത് എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ അത് ഭയങ്കര സീരിയസ് ആയിട്ട് ചെയ്താലേ അതിന്റെ അവസാനത്തെ കോമഡി വർക്കാവുള്ളൂ. അപ്പൊ അത് ബാക്കി എല്ലാവരും വേറെ മൂഡാണ്. ഞാൻ ഭയങ്കര യൂഷ്വലി ഞാനാണ് ബാക്കിയുള്ളവരുടെ സ്പേസിൽ ഉണ്ടാവാറ്. അപ്പൊ എനിക്കത് ഭയങ്കര സന്തോഷമായിരുന്നു. ഇങ്ങനെ വ്യത്യസ്തമായിട്ടൊരു സാധനം ചെയ്യാൻ പറ്റി എന്നുള്ളതിന്റെ ഒരു ഇതുള്ളൂ.